കോടമഞ്ഞിൽ കുളിച്ച് മലനിരകളിലൂടെ വളഞ്ഞും പൊളഞ്ഞും ഉയർന്നും താഴ്ന്നും നീണ്ടുപോകുന്ന വശ്യചാരിതയാർന്ന കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ച ഇടുക്കി എന്ന മിടുക്കി. ഈ യാത്ര പാഞ്ചാലിമേട്ടിലേക്കാണ്. ചരിത്രമുറങ്ങുന്ന പാണ്ഡവരുടെ അജ്ഞാതവാസക്കാലത്തെ വാസസ്ഥലമായ അതേ പാഞ്ചാലിമേട്ടിലേക്ക്. കോട്ടയം കുമളി റൂട്ടിൽ പീരുമേട് താലൂക്കിൽ മുറിഞ്ഞുപുഴയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് തണയങ്ക വയൽ റൂട്ടിൽ 4 കിലോമീറ്റർ പോയാൽ പാഞ്ചാലിമേട്ടിലെത്താം. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിൽ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പാഞ്ചാലിമേട്ടിന്റെ കാഴ്ച അതിമനോഹരമാണ്. വെയിലായതുകൊണ്ട് തന്നെ തിരക്ക് നന്നേയില്ല. സമീപത്തായി കുറച്ച് കടകൾ കാണാം. സഞ്ചാരികളെ പ്രതീക്ഷിച്ച് അവരും കാത്തിരിക്കുകയാണ്. ഒരു ഭാഗത്തായി ഒരു കുരിശുമലയുടെ ബോർഡും മറുഭാഗത്ത് ക്ഷേത്രത്തിന്റെ ബോർഡുകളും ഇവിടെ കാണാം. പാഞ്ചാലിമേട്ടിലേക്കുള്ള കവാടം അതിമനോഹരമായി കല്ലുകൾ പാകി സുന്ദരമാക്കിയിട്ടുണ്ട്. മനോഹരമായ ഗേറ്റിന് മുൻപിൽ ഒരു പുൽത്തകിടിയും അതിമനോഹരമായ ഒരു കവാടവും അതിൽ പാഞ്ചാലിമേട് എന്നും എഴുതി വെച്ചിരിക്കുന്നു. കുട്ടികൾക്കും സീനിയർ സിറ്റിസനും 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ് ഇവിടുത്തെ എൻട്രി ഫീ. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ മുതൽ എല്ലാം കൽമണ്ഡപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം കാണുന്നത് മനോഹരമായ ഒരു പുൽത്തകിടിയും ഇതിനു മുന്നിലുള്ള പടികൾ കയറി ചെല്ലുന്ന ഒരു കൽമണ്ഡപവുമാണ്. ഇതിന്റെ ഇരുവശത്തുമായി 2 ആനകളുടെ ശില്പമുണ്ട്. ആനകളുടെ തുമ്പിക്കൽ നിന്നും ജലധാരയും കാണാം. മുന്നോട്ട് പോകുമ്പോൾ നടപ്പാതയുടെ ഒരു വശത്തായി ഇടിമിന്നലുള്ളപ്പോൾ മുകളിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അഡ്വഞ്ചർ സോണിലേക്കാണ് ആദ്യം എത്തിച്ചേരുന്നത്. 350 രൂപയാണ് ഒരാൾക്ക് അഡ്വഞ്ചർ സോണിൽ കയറുവാനുള്ള ഫീസ്. മനോഹരമായ മലമുകളിൽ അവിടെയായി ധാരാളം കുരിശടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാഞ്ചാലിമേടിന്റെ വശ്യചാരുത സഞ്ചാരികളുടെ ലഹരിയാണ്. മലനിരകളും കോടയും ചേർന്ന ദൃശ്യവിരുന്ന്. ഉൾമേടുകളും കനത്ത കാറ്റും ഉയരമുള്ള മലനിരകളും അഗാധ ഗർത്തങ്ങളും ഒരു മലമുകളിൽ കുരിശടിയും തൊട്ടപ്പുറത്തെ മലയിൽ ഒരു ക്ഷേത്രവുമുള്ള പാഞ്ചാലിമേട്. ദ്വാപര യുഗത്തോളം പഴക്കമുള്ള പാണ്ഡവരുടെ അജ്ഞാതവാസകാലവുമായി ബന്ധപ്പെട്ടവരിടം കൂടിയാണ് പാഞ്ചാലിമേട്. കേരളത്തിലെ നിരവധി സ്ഥലങ്ങൾ പാണ്ഡവരുടെ വനവാസ കാലവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നൽകുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ പാഞ്ചാലിമേടിലെ കാഴ്ചകൾ. പാണ്ഡവർ പാഞ്ചാലിയുമൊത്ത് താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് മാത്രമാണിത്. എങ്കിലും ഈ സ്ഥലം അറിയപ്പെടുന്നത് പാഞ്ചാലിമേട് എന്ന് തന്നെയാണ്. പാഞ്ചാലിക്ക് നീരാടനായി ഭീമസേനൻ കുഴിച്ച പാഞ്ചാലിക്കുളം, അവർ താമസിച്ചിരുന്ന ഗുഹ എന്നിവയും ഇവിടെയുണ്ട്. തന്നെ ആക്രമിക്കാൻ വന്ന ആനയെ പാഞ്ചാലി ശപിച്ച് ഒരു കല്ലാക്കി മാറ്റിയ ആനക്കല്ലും ഇവിടെ കാണാം. ഇവിടെ ഒരു കുന്നിൻ മുകളിലായി പല വലിപ്പത്തിലുള്ള ധാരാളം കുരിശുകൾ കാണാം. മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കാനുള്ള ഒരു തറയുമുണ്ട്. എന്നാൽ ഈ കാറ്റത്ത് എങ്ങനെയാണ് ഇവിടെ മെഴുകുതിരികൾ കത്തുന്നത് എന്ന് എനിക്ക് അറിയില്ല. തൊട്ടടുത്ത കുന്നിൽ ഭുവനേശ്വരി ക്ഷേത്രമാണ് ഉള്ളത്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റോപ്പ് വേ ആണ് ഇത്. ഇതിൽ കയറിയാൽ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. 2018 ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. പ്രവേശന കവാടം, ടിക്കറ്റ് കൗണ്ടർ, റെയിൻ ഷെൽട്ടറുകൾ, അമ്യൂണിറ്റി സെന്റർ, നടപ്പാത, മഡ് ഹൗസുകൾ, കഫറ്റീരിയ, ടോയ്ലറ്റ്, സോളാർ വിളക്കുകൾ, ബെഞ്ചുകൾ എന്നിവയും ഏറുമാടവും ഇവിടെ പൂർത്തിയാക്കി. 2ാം ഘട്ട വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി പാഞ്ചാലിക്കുളം നവീകരിക്കുകയും ചെക്ക് ഡാമും അഡ്വഞ്ചർ സോണും ഹാങ്ങിങ് ബ്രിഡ്ജും ഒരുക്കും. പ്രവേശന കവാടവും കഫറ്റീരിയയും എല്ലാം ഇത്തരത്തിൽ മനോഹരമായ കരിങ്കല്ല് തൂണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തായി ചായയും മറ്റ് സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കടയുമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ ഇനം പഴംപൊരിയും ബീഫും തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പാഞ്ചാലിമേട് എന്ന വിസ്മയം.
പുൽമേടുകളും കനത്ത കാറ്റും ഉയരമുള്ള മലനിരകളും അഗാധ ഗർത്തങ്ങളും ഉള്ള പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിന്റെ വശ്യചാരുത സഞ്ചാരികളുടെ ലഹരിയാണ്. തീർച്ചയായും സഞ്ചാരികൾക്ക് എല്ലാ തരത്തിലും യാത്ര അല്ലെങ്കിൽ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരിടമാണ് ഈ പാഞ്ചാലിമേട്. പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.